ഇന്നത്തെ വാഴകൾക്ക് വിത്തില്ലാത്തതുകൊണ്ട് അവയ്ക്ക് പ്രകൃതിദത്തമായി വംശവർധന നടത്താൻ കഴിയില്ല. വിത്തില്ലാത്ത ഈ ചെടികൾ പിന്നെ എങ്ങനെയാണ് ലോകം മുഴുവൻ പടരുന്നത്? നമ്മൾ ഇന്ന് കഴിക്കുന്ന ഓരോ വാഴപ്പഴവും യഥാർത്ഥത്തിൽ ഒരു ക്ലോണാണ്. മനുഷ്യനും വാഴയും തമ്മിൽ 60% ജനിതക സാമ്യമുണ്ട്. അപ്പോൾ നമ്മൾ പകുതി വാഴയാണോ? നമ്മൾ ഒരേ ജീവന്റെ കോഡ് പങ്കുവയ്ക്കുന്നു എന്നതാണ് സത്യം. കോശങ്ങളുടെ വിഭജനം, DNA റിപ്പയർ, ഓക്സിജൻ ഉപയോഗിക്കൽ തുടങ്ങിയ അടിസ്ഥാന ജോലികൾ ചെയ്യാൻ സഹായിക്കുന്ന ഹൗസ് കീപ്പിംഗ് ജീനുകൾ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെയാണ്. മറ്റൊരു അത്ഭുതകരമായ വസ്തുത എന്താണെന്നോ? നമ്മൾ നേരത്തെ പറഞ്ഞ ആ റേഡിയേഷൻ, വാഴപ്പഴത്തിലുള്ള അതേ പൊട്ടാസ്യം 40, കാർബൺ 14 തുടങ്ങിയ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ നമ്മുടെ ശരീരത്തിലുമുണ്ട്. നമ്മുടെ ശരീരത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് കൃത്യമായി നിലനിർത്താൻ സഹായിക്കുന്ന ഹോമിയോസ്റ്റേസിസ് എന്ന പ്രക്രിയ വാഴയും ചെയ്യുന്നുണ്ട്. എന്നാൽ മനുഷ്യനും വാഴയും തമ്മിൽ അടിസ്ഥാനപരമായ വലിയൊരു വ്യത്യാസമുണ്ട്. മനുഷ്യർ ഡിപ്ലോയിഡ് ജീവികളാണ്. അതായത് നമുക്ക് ഓരോ ക്രോമസോമിന്റെയും 2 പകർപ്പുകൾ വീതമാണ് ഉള്ളത്. എന്നാൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ഡൊമസ്റ്റിക്കേറ്റഡ് വാഴ ട്രിപ്ലോയിഡ് ആണ്. അതായത് അവയ്ക്ക് 3 സെറ്റ് ക്രോമസോമുകളുണ്ട്. ഈ ക്രോമസോമുകളെ തുല്യമായി വിഭജിക്കാൻ വാഴയ്ക്ക് സാധിക്കില്ല. ഈ 3ാം ക്രോമസോമാണ് വാഴയെ സിറയിലാക്കുന്നത്. വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിലും വാഴയുടെ ചുവട്ടിലെ റൈസോം എന്ന ഭൂഗർഭ തണ്ടിൽ നിന്ന് പുതിയ മുളകൾ അഥവാ കന്നുകൾ വളർന്നു വരുന്നു. ഈ കന്നുകളെ വേർപെടുത്തി നട്ടാണ് പുതിയ വാഴകൾ വളർത്തുന്നത്. ഇത് ജനിതകമായി അമ്മ വാഴയുടെ കൃത്യമായ പകർപ്പായിരിക്കും. Welcome to Learn and Live It, where learning meets life.